ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജസ്വിൻ ഫ്രം ഹോല വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK-യിൽ നഴ്സിംഗ് പഠിച്ചാലത്തെ സാധ്യതകളെപ്പറ്റി പഠിക്കുന്നത് നല്ലതാണോ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിൽ ഭൂരിഭാഗം പേരും ഓസ്ട്രേലിയയുടെ ഇൻഫർമേഷൻ കാണാൻ വേണ്ടിയാണ് വരുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ തന്നെ ഓസ്ട്രേലിയയിലെ BSc നഴ്സിങ്ങിന് ട്രൈ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആൻഡ് പലർക്കും ചിലപ്പോൾ IELTS-ന് വേണ്ട സ്കോർ അല്ലെങ്കിൽ PT-ക്ക് വേണ്ട റിക്വയർഡ് സ്കോർ ഓസ്ട്രേലിയയിൽ അഡ്മിഷൻ കിട്ടാനുള്ള സ്കോർ കിട്ടിയെന്ന് വരുന്നില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് നമുക്ക് വേണ്ട പോലെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നവർക്ക് എന്താണ് നെക്സ്റ്റ് ബെസ്റ്റ് ബാക്കപ്പ് ഓപ്ഷൻ? അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നഴ്സിങ്ങിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് വേണ്ടിയും എടുക്കാം. പക്ഷേ നഴ്സിംഗ് എടുത്താലത്തെ ഒരു ഗുണം, ഓസ്ട്രേലിയയിലെ നേഴ്സസിന് ഭയങ്കര ചാൻസാണ്. ഓസ്ട്രേലിയ മാത്രമല്ല, വേൾഡ് വൈഡ് നല്ല ചാൻസ് ഉള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു UK, കാനഡ, അയർലൻഡ് ഇവിടെയൊക്കെ തണുപ്പുള്ള പ്രദേശങ്ങളാണ് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരും ഒക്കെ ഒരു 90% പേരും ഫൈനലായിട്ട് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഓസ്ട്രേലിയയാണ്. എന്നാൽ ഇവിടുത്തെ റെഗുലേഷൻസ് അല്പം ഹൈ ആണ്, സ്റ്റാൻഡേർഡ്സ് ഹൈ ആണ്. അത്ര എളുപ്പമല്ല ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവുക. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം ഏതാ? ഇപ്പോൾ GCC നേഷൻസിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഓസ്ട്രേലിയയിൽ നേരിട്ട് വന്ന് 3 വർഷത്തെ ബാച്ചലർ ഓഫ് നഴ്സിംഗ് പ്രോഗ്രാം പഠിക്കാനായിട്ടാണ്. അപ്പം അതിന് ഒരുപാട് പേരത് ചൂസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. തീർച്ചയായും 3 കൊല്ലം കൊണ്ട് ഡയറക്റ്റ് രജിസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ 4 കൊല്ലത്തെ എഡ്യൂക്കേഷന് ശേഷം 1 or 2 years ഓഫ് എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞ് NCLEX, OSCE ആൻഡ് PT എക്സാം ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ IELTS എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് ഓസ്ട്രേലിയക്ക് വരാൻ പറ്റുക. UK-യിലോ കാനഡയിലോ അയർലൻഡിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിലും ഇതുപോലെ അല്പം പാടാണ്. ചിലപ്പോൾ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് രണ്ടാമത്തെ പാത്ത്. അപ്പോൾ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ 4 കൊല്ലം കഴിഞ്ഞ് UK പോയി വർക്ക് എക്സ്പീരിയൻസ് എടുത്ത് അവിടെ നിന്നുകൊണ്ട് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി അവിടെ നിന്ന് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ NCLEX എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്ത് അതിൻ്റെ സ്കോർ കിട്ടി OSCE എന്ന് പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ ഒരു സിമുലേഷൻ ടെസ്റ്റാണ്. ഒരു ലാബിൽ പോയി അഡലേഡിൽ മാത്രം നടക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ അവിടെ പോയി ഒരു ലാബ് എക്സാം പോലെ ഒരു പേഷ്യൻറ്റിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് ഓറലായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡും അതിൻ്റെ സ്കോറും രണ്ടും കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിൻ്റെ സ്കോറും കൂടെ ഉണ്ടെങ്കിലാണ് രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നത്. ഇതാണ് രണ്ടാമത്തെ പാത്ത്. ഇനി മൂന്നാമത്തെ പാത്താണ് ഓസ്ട്രേലിയ വന്ന് പഠിക്കുക എന്നുള്ളത്, വിച്ച് ഇസ് ദ സിംപ്ലസ്റ്റ്, ഏറ്റവും പെട്ടെന്ന് പറ്റുന്നത്. പക്ഷേ പെട്ടെന്ന് പറ്റുമെങ്കിൽ അതിന് ഫണ്ട് ഒരു 55 ലക്ഷം രൂപയുടെയൊക്കെ ഫണ്ട് കാണിക്കേണ്ടി വരുന്നുണ്ട് ബാച്ചലർ ഓഫ് നഴ്സിംഗ് ഓസ്ട്രേലിയ പഠിക്കാൻ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഫണ്ടിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല ഇംഗ്ലീഷിന് ഇപ്പം തന്നെ പഠിക്കാൻ തന്നെ 7 ബാൻഡ് വേണം. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയയും കൂടെ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ബാക്കപ്പായിട്ട് 4ാമത്തെ ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് പറയുന്നത് സ്റ്റഡി ഇൻ UK-യിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്വാളിഫിക്കേഷൻ ഓസ്ട്രേലിയയിൽ വാലിഡാണ്. ഓസ്ട്രേലിയയിലെ APRA ബോഡി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് സ്ട്രീം എയിലാണ്. നമ്മളിപ്പം ഞാൻ വെബ്സൈറ്റ് ഒന്ന് കാണിക്കാം. ആ വെബ്സൈറ്റിൽ റെഫർ ചെയ്യുമ്പോൾ കാണാം സ്ട്രീം ABC എന്ന് പറയുന്ന 3 കാറ്റഗറീസിലേക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിനെ അസസ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്. അതിൽ UK-യിൽ പഠിക്കുന്ന സ്ട്രീം എയിലാണ്. സ്ട്രീം എയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OSCEയും NCLEX അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ലെറ്റ്സ് ഡീപ്പ് ഡൈവ് ഇൻ ടു ദ സെഷൻ. ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നമുക്ക് കാണാം. ഞാനൊരു ടോപ്പായിട്ട് വരുന്ന ഒരു 7 ഓപ്ഷൻസാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. Due to the government's policies and new requirements, there are so many rejections getting in Australian student visa അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും മാത്രമല്ല പ്രോസസ്സ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും ഒരു ലീനിയൻസി തരുന്ന UK-യിൽ പോയി നഴ്സിംഗ് പഠിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കവർ ചെയ്യുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് 100% സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിനും ഹോല വേൾഡിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാവും. UK-ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഹോല വേൾഡിനെ കോൺടാക്ട് ചെയ്യാൻ. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കുട്ടികൾക്ക് മാക്സിമം സ്കോളർഷിപ്പ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ. ഞങ്ങൾ ഓസ്ട്രേലിയ മാത്രമല്ല UK-യുടെ കാര്യത്തിലും കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പം അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റിൻ്റെ ലീനിയൻസി തരുന്ന 7 യൂണിവേഴ്സിറ്റികളുടെ പേരാണ് മെൻഷൻ ചെയ്യുന്നത്. ആദ്യമായി മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് 12th നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കേപ്പബിലിറ്റി നന്നായിട്ട് കാണിക്കാൻ പറ്റും. ഒരു 65% മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷിന് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ IELTS PT വേവർ ഉണ്ട്. അതില്ലാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. CBSE പഠിക്കുന്ന കുട്ടികൾക്കും
ഓൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്കും കിട്ടും, എക്സെപ്റ്റ് പഞ്ചാബ് ആൻഡ് ഹരിയാന. അപ്പോൾ കേരളത്തിൽ പഠിക്കുന്നവർക്ക് സുഖമായിട്ട് കേരള സിലബസിലും CBSEയിലും ICSEയിലും പഠിക്കുന്നവർക്ക് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ 65% ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതാണ്. ഗുഡ് ന്യൂസ്. ഇനി രണ്ടാമത് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയാണ്. വെയ്വർ കൂടുതലും ഓസ്ട്രേലിയ CBSE ആൻഡ് ICSE സ്റ്റുഡൻസിന് ആണ്. പിന്നെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികൾക്കും കിട്ടുന്നുണ്ട് ഈ ഒരു ആനുകൂല്യം. 65% ഓർ എബവ് ഇൻ ഇംഗ്ലീഷാണ് അവർ പറയുന്ന ക്രൈറ്റീരിയ. 3 ബർമിംഗ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റി. CBSE ICSEക്കാർക്കെല്ലാം കിട്ടും. പിന്നെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡിലുള്ളവർക്ക് വെയ്വർ കിട്ടും. അപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടത്തില്ലെന്ന് മനസ്സിലായല്ലോ. 65% ആണ് അവർ പറയുന്ന സ്കോറ് CBSEയിലൊക്കെ ആണെങ്കിൽ. പിന്നെ അടുത്തതായിട്ട് കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റി 4ാമത്. CBSE ICSEക്ക് കിട്ടും. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡിന് മാത്രമാണ് കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റി അലോ ചെയ്യുന്നത്. വീണ്ടും കേരള സിലബസിൽ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 70% ഇവിടെ പറയുന്ന കട്ട് ഓഫ്. അടുത്തതായിട്ട് പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റി 5ാമത്തേത്. CBSE ICSEക്ക് കിട്ടും. CBSEക്കും ICSEക്കും 80%, സ്റ്റേറ്റ് ബോർഡിലാണെങ്കിൽ 85%. ഇത് കേരള സ്റ്റേറ്റും എല്ലാ സ്റ്റേറ്റും എടുക്കും കേട്ടോ. അപ്പോൾ 85% കേരള സിലബസിൽ ഇംഗ്ലീഷിന് മാർക്ക് 12th ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോർട്സ്മൗത്ത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും. അടുത്തതായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സ് 6ാമത്തേത്. CBSE ആൻഡ് ICSEക്ക് മാത്രമേ വേവറുള്ളൂ, സ്റ്റേറ്റിന് ഇല്ല. അപ്പോൾ 70% മാർക്കാണ് യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സിൽ പറയുന്ന കട്ട് ഓഫ്. ഇനി ലാസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഡ്ഷയർ. CBSE ആൻഡ് ICSE സ്റ്റുഡൻസിന് കിട്ടും. ആൻഡ് എല്ലാ സ്റ്റേറ്റിനും ഇൻക്ലൂഡിങ് കേരള ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. 80% ഓഫ് ഓർ എബോവ് ഇംഗ്ലീഷിൻ്റെ സ്കോറാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്ക് 3 യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്: മിഡിൽസെക്സ്, പോർട്സ്മൗത്ത് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഡ്ഷയർ. അപ്പോൾ ഈ 3 യൂണിവേഴ്സിറ്റീസിലാണ് നമുക്ക് സ്റ്റേറ്റ് സിലബസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 7 യൂണിവേഴ്സിറ്റിയിലേക്കും CBSEയിലും ICSEയിലും പഠിക്കുന്നവർക്ക് പറ്റും. അതിൻ്റെ കട്ട് ഓഫും കൂടെ കാണിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് ഞാനിത് സ്ക്രീൻ കാണിക്കുന്നുണ്ട്. അത് റെഫർ ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൈവച്ചേക്കുക. ഇറ്റ് മൈ ബി ഹാൻഡി ഫോർ യുവർ സ്റ്റഡി ആപ്ലിക്കേഷൻ. അടുത്തതായിട്ട് പാർട്ട് ടൈം വർക്ക് റെഗുലേഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് UK സ്റ്റുഡൻസിന് 20 hours വർക്കാണുള്ളത്. ഓസ്ട്രേലിയയിലാണെങ്കിൽ 24 hours ഉണ്ടെന്നറിയാം അല്ലേ. ഫോർട്ട്നൈറ്റ്ലി 48 hours ആണ് ഓസ്ട്രേലിയയിലെ വർക്ക് റൈറ്റ്സ്. UK 20 hours per week, which means fortnightly 40 hours. ഇനി 4 hours ഓൺ വീക്ക് ഡേയ്സ് ആണ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹോളിഡേയ്സിലോ ക്ലാസ് ഇല്ലാത്ത ദിവസമോ ഹോളിഡേയ്സ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ 8 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ പറ്റും. 8.74 ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് ആണ് അപ് ടു ഇത്രയും വരെ നമുക്ക് വേജ് ലഭിക്കുന്നുണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുമ്പോൾ. ഇനി സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ കാണും. ഓസ്ട്രേലിയ പഠിക്കുമ്പോൾ സ്റ്റേ ബാക്ക് ഇത്രയും കൂടുതൽ കിട്ടുന്നുണ്ട്, UK പഠിച്ചാൽ കിട്ടുമോ? UKയിലും സ്റ്റേ ബാക്ക് ഉണ്ട്. ബാച്ചിലർ ഓഫ് നഴ്സിംഗ് പഠിക്കുന്നവർക്ക് 2 കൊല്ലം ആ സ്റ്റേ ബാക്ക്. PhDക്കാർക്ക് മാത്രമേ അവിടെ 3 കൊല്ലം എടുത്തുള്ളൂ. ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും 2 കൊല്ലമാണ് സ്റ്റേ ബാക്ക്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു അഡ്വാൻറ്റേജ് സ്റ്റേ ബാക്ക് വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഓർക്കണം. ബാച്ചിലർ ഓഫ് നഴ്സിംഗ് നമ്മൾ കാറ്റഗറി 1 ലൊക്കേഷനിൽ പഠിച്ചാൽ 2 കൊല്ലം കിട്ടും. ഇനി ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സോടെ പാസ് ചെയ്താൽ 3 കൊല്ലം കിട്ടും. പിന്നെ കാറ്റഗറി 2-ലാണെങ്കിൽ +1, കാറ്റഗറി 2-ലാണെങ്കിൽ +2 അല്ലേ. അപ്പം അതിനെപ്പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നമ്മുടെ ബാക്കി വീഡിയോസ് കണ്ടാൽ അറിയാം എങ്ങനെയാണ് സ്റ്റേ ബാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ UKയിലെ അഡൽട്ട് നഴ്സിംഗ് പ്രോഗ്രാമിൻ്റെ ഫീസ് വരുന്നത് ഏകദേശം 15,000 ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്, GBP ആണ്, പൗണ്ടാണ്. മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിലെ ഫീസ് കിങ്സ്റ്റണിലാണെങ്കിൽ 17,000 ആണ്. ഇതൊരു അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ. എല്ലാ യൂണിവേഴ്സിറ്റീസും 20,000 പൗണ്ടിന് താഴെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം 15,000 ആണ് പെർ ഇയറെങ്കിൽ 2,000 ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് സ്കോളർഷിപ്പ് കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈനസ് ചെയ്താൽ ഏകദേശം 13,000 വരെ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റും. 3 കൊല്ലം കൂടെ ഏകദേശം 40,000 പൗണ്ടിന് താഴെ പഠിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇംഗ്ലീഷ് സ്കോർ എടുക്കാൻ പറ്റാത്തവർക്ക് ഇതൊരു നല്ല ന്യൂസ് ആയിരിക്കും. തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കും നഴ്സിംഗിലേക്ക് എത്താനും ഭാവിയിൽ ഓസ്ട്രേലിയയിലേക്ക് വന്ന് വർക്ക് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതുവഴി. പിന്നെ ലിവിങ് കോസ്റ്റിലാണ് ഒരു വ്യത്യാസമുള്ളത്. നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് എവിടെയാണ്? ഇപ്പോൾ ഇൻസൈഡ് UK ആണെങ്കിൽ 12,006 പൗണ്ടാണ് പറയുന്നത്. ഏകദേശം INR 13 ലക്ഷം രൂപയോളം വരും. ഔട്ട്സൈഡ് ലണ്ടൻ ആണെങ്കിൽ 9,207 ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ടാണ്. ഏകദേശം 10 ലാഖിനടുത്ത് വരും. 9.7 lakhs ആണ് ആ വരുന്ന ഫണ്ട്. പിന്നെ ആർക്കൊക്കെ സ്പോൺസേഴ്സ് ആവാം? ഓസ്ട്രേലിയയുടെ കേസിൽ ആർക്കൊക്കെയാണ്? നമ്മുടെ പേരൻസും സിബ്ലിങ്സും അടങ്ങുന്ന പ്രൈമറി സ്പോൺസേഴ്സും സെക്കൻഡറി സ്പോൺസേഴ്സും പറ്റുമല്ലോ. പക്ഷേ UK പേരൻസ് മാത്രമാണ് സ്പോൺസേഴ്സായിട്ട്. പിന്നെ ഒത്തിരി നമ്മുടെ ഓസ്ട്രേലിയയുടെ കേസിൽ ITR കാണിക്കണം, ഇവിടെ അതൊന്നും വേണ്ട. അപ്പോൾ അതൊരു വലിയ ആശ്വാസം സ്പോൺസറായിട്ട്. എനി അതർ റിലേറ്റീവ് കനോട്ട് ബി ദ സ്പോൺസർ ഓഫ് ഇൻ UK കണ്ടീഷൻ. ബട്ട് നമുക്ക് ITRൻ്റെ ഒന്നും വലിയ നൂലാമാലകൾ ഇല്ലാത്തത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമല്ല, നമുക്ക് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും. പിന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ലോൺ, സേവിങ്സ് ഫണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതിൻ്റെ കോമ്പിനേഷനും ആകാം കേട്ടോ. പിന്നെ ഫണ്ട്സ് ഫ്രം സെല്ലിങ് അസറ്റ്സ് ലൈക്ക് വെഹിക്കിൾ, ഗോൾഡ് എക്സെട്ര ആർ അക്സെപ്റ്റഡ് ആൻഡ് മോർഗേജ് ലോൺസ് ബട്ട് മോർഗേജ് ലോൺസ് ആർ നോട്ട് അക്സെപ്റ്റഡ്.
അപ്പോൾ വെഹിക്കിൾ വിറ്റ് ഗോൾഡ് ലോൺ അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കാം. എഡ്യൂക്കേഷൻ ലോണ് എന്താണെങ്കിലും നമുക്ക് കാണിക്കാനും പറ്റും. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കേസിൽ നമുക്ക് ഗോൾഡ് വിറ്റിട്ടും അസറ്റ് കാറ് വിറ്റിട്ടും ഒന്നും നമുക്ക് നമ്മുടെ ഫണ്ടായിട്ട് കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ UK കേസിൽ അതൊക്കെ കാണിക്കാം. കുറേ കൂടെ ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓസ്ട്രേലിയയുടെ കേസിൽ നമുക്കിപ്പോൾ പുറത്തുനിന്നൊരു ഫണ്ട്, ഇപ്പോൾ അങ്കിളുടെ ആൻറ്റിയുടെ ഏതൊക്കെ ഫണ്ട് എടുത്ത് നമ്മുടെ അക്കൗണ്ട് ഇടുവാണെങ്കിൽ 6 മാസത്തെ മച്യൂരിറ്റി ഉണ്ടെങ്കിൽ അവർ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കത്തുള്ളൂ. പക്ഷേ UK കേസിൽ 28 ഡേയ്സിൻ്റെ മച്യൂരിറ്റി മാത്രം മതി. അതൊരു വലിയ ന്യൂസാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ലിങ്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയയുടെ സെൽഫ് അസസ്മെൻറ്റ് ചെക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഈ യൂണിവേഴ്സിറ്റികളുടെ പേര് നോക്കുമ്പോൾ ഇതെല്ലാം സ്ട്രീം എയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. സ്ട്രീം എയിലേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണം നിങ്ങൾക്ക് എഡ്ക്ലെക്സാറിനും ഓസ്കീം എഴുതേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.